നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ലെസ്ബിയൻ ആണോ? ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഗേ ആയിട്ടുണ്ടോ? ഇല്ല ഇല്ല അങ്ങനെ ആരും ഇല്ല. എൻ്റെ അറിവിലില്ല. ഇല്ല 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 ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ലെസ്ബിയൻ ആണെന്ന് തുറന്നു പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അവർ മനുഷ്യരല്ലേ, നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ഇറിറ്റേഷൻ കാരണം തോന്നത്തില്ല. ഇല്ല, പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. അത് അവരുടെ ഒരു ഇതല്ല, അവർ ജന്മനാ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പം നമുക്ക് അവരുടെ ഇഷ്ടമല്ലേ, അതിനപ്പം നമ്മളെന്താ പറയാനാ. ആദ്യം ആ കാര്യം നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കും, എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൂടെ നിൽക്കാമല്ലോ. അത് അവരുടെ ലൈഫല്ലേ, അപ്പം അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പം അവർ ലെസ്ബിയാനാണെന്നും പറഞ്ഞിട്ട് ഇപ്പം അവരെ അകറ്റി നിർത്താനൊന്നും നമുക്ക് പറ്റൂലല്ലോ. കാരണം നമ്മളവർ അങ്ങനെയല്ലല്ലോ, ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഗേ ആണെന്ന് തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ എന്തോ പറയും. இட்ஸ் நார்மல். இப்போ எல்லாமே நார்மல் ஆயிடுச்சு. ஸோ அதை நாங்கள் பெருசாக இது பண்ணிக்கிறதில்ல. നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതായത് അവരെ വേറെ തിരുത്താനൊന്നും ഇല്ല. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. കണ്ടിന്യൂ തന്നെ ചെയ്യും. അവർക്കിപ്പം ലെസ്ബിയൻ ആണെങ്കിൽ അവരിപ്പം ഒരു ഫീമെയിലായിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു ഇത് അവർക്ക് വേണ്ട, അവർക്ക് ആവശ്യമില്ല. അത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നും. അപ്പം അവർക്ക് എന്താണോ അവരായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എപ്പോഴും നമ്മളിപ്പോൾ നമ്മളായിട്ട് ജീവിക്കാനല്ലേ കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു മാറ്റം ഇല്ല, അതുമായിട്ട് ബന്ധമില്ലല്ലോ, അത് രണ്ടല്ലേ. ഇൻ കേസ് നിങ്ങൾ അടുത്തൊക്കെ വന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഫ്രണ്ട്സ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഫ്രണ്ട്ഷിപ്പ് ബോയ്സും ആയിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആകുമ്പോൾ അവരടുത്തിരിക്കുന്ന നമുക്ക് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇവർ വന്ന് അടുത്തിരുന്നെന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാവൂല. ഷോക്കിംഗ് ആയിരിക്കും. നിങ്ങളുടെ പ്രതികരണം, നിങ്ങൾ അയാളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കോ അതോ അതിനെ സപ്പോർട്ട് ചെയ്യുമോ അതോ അയാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുമോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ആൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്വന്തം താല്പര്യങ്ങളല്ലേ. അപ്പം നമുക്കതിലൊന്നും പറയാനില്ല. ഫ്രണ്ടായ രീതിക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുമോ അതോ തുടർന്ന് പോകും. എന്തിനാ നമ്മൾ മാറ്റുന്നത്? അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളും എന്താണ് ഗേൾസും ബോയ്സും എല്ലാവരും ഒരേ കണക്കാണ് കാണുന്നത്. അല്ലാതെ നമ്മളിപ്പം ഗേൾസിന്റെ കൂടെ മാത്രം പോയിരുന്ന ഫ്രണ്ട്ഷിപ്പ് കൂടുതലല്ലോ. അടുത്തിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. அது அவங்க பர்சனல் திங். நம்ம அதில் இன்டர்ஃபியர் ஆகக்கூடாது. நமக்கு பிடிக்கல அப்படின்னா நம்ம விலகிக்கணும். பட் நம்ம அவங்களோட ப்ரைவசியில் நம்ம போய் இன்டர்ஃபியர் ஆகக்கூடாது. ஆமாம். ஓகே, அவரை ஃப்ரெண்ட்ஷிப் கண்டினியூ பண்ணுமா அதோ நம்மக்கிட்ட ஒழுங்காக இருக்காங்கல்ல, அது போதும். நம்மக்கிட்ட ஒழுங்காக இருந்தால் ஓகே. அவங்க மற்றவங்க கிட்ட எப்படி இருக்காங்கிறது அது நமக்கு தேவையில்லை. റെസ്പോൺസിബിൾ നീ പറ. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അവരൊക്കെ അവരുടെ ജീവിതം അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലൊന്നുമില്ല. അവരുടെ കാര്യം അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, അതിലൊന്നും ഇടപെടാൻ പോലെ. എല്ലാവരെയും കണ്ടിട്ട് സ്വന്തമായിട്ട് അത് അങ്ങനെ ആവാൻ നോക്കുന്നതാണോ അതോ ഇനി അത് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കും. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലോ ഈ കാലത്ത്. ഇപ്പം ലെസ്ബിയനാണ് കുറേ പേര് ഇപ്പം തന്നെ ഇൻഫ്ലുവൻസറൊക്കെ കാണിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ആവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ചിലവർക്ക് ഹോർമോണലി അങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ളവരെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അല്ലാത്തയാണെങ്കിൽ പറഞ്ഞു തിരുത്തും. കാരണം എല്ലാവരും ഒരേപോലെ അങ്ങനെ ആയ ഈ ജെൻഡേഴ്സ് തമ്മിൽ ഒരു വ്യത്യാസവും കാണത്തില്ല. ഓരോരുത്തരെ ഒരു മാനസികാവസ്ഥയില്ലേ, അത് പരിഗണിക്കണമല്ലോ. നോർമലി സപ്പോർട്ടില്ല. നോർമലി നമ്മൾ എങ്ങനെ ഫ്രണ്ട്സ് അതുപോലെ ഫ്രണ്ട്സ് ആവും. സപ്പോർട്ടൊന്നും ഇല്ല. സപ്പോർട്ട് ചെയ്യുന്നില്ല. നോർമലി എങ്ങനെയായിരുന്നു താങ്കൾ ഇപ്പോൾ ഗേ ആണെങ്കിൽ എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യത്തില്ല, അതവരിഷ്ടമല്ലേ. സപ്പോർട്ട് ചെയ്തില്ല. അവരെ തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ പ്രത്യേകിച്ച് കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ നിങ്ങളെ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമോ അതോ? ഇല്ല, പിന്തിരിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ സന്തോഷമാണല്ലോ. അതെ. ഓക്കെ.